ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉത്സവ സീസണാണല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിട്ടോ. ഇനി മാർച്ചിലും ഏപ്രിലായിട്ട് അടുത്ത അമ്പലങ്ങളിൽ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് അന്നിടാം. ഇപ്പോഴത്തെ വീഡിയോസ് ഇടുവാണേ. ഒരുപാട് ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ചേന്നങ്കോട് ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് ഇതെല്ലാം. മക്കളുമൊത്ത് 7 മണിയായപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ 4 പേരും കൂടെ അവിടേക്ക് പോയി. അടിപൊളി ലൈറ്റിങ്സ് ആണ് കേട്ടോ. കല്ലമ്പല വരെ ഇട്ടിട്ടുണ്ടേ. അമ്പലത്തേക്ക് കയറുന്നതിൻ്റെ ഇരുവശത്തായിട്ട് അങ്ങ് അമ്പലത്തിന് തിരുനട വരെ ലൈറ്റിങ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. സ്കൂട്ടിയിൽ കൂടെ ആയതുകൊണ്ട് നല്ല പൊളി വൈബായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കാറിൽ പോകുന്നേക്കാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കൂട്ടിയിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ പോയി നമ്മൾ വീഡിയോസ് എടുക്കുവാണെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കയറാൻ നോക്കിയപ്പം എഴുന്നള്ളത്തായിരുന്നു. ഇന്നത്തെ സമയമായിരുന്നു, 7 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ 3 വശം അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വലത്തോട്ട് മാറി നിന്നു. അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൂടെ ചെന്ന് നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം എഴുന്നള്ളത്ത് 3 വലം വെച്ച് വന്നപ്പോഴത്തേക്ക് അകത്തേക്ക് കയറിയപ്പോഴാണ് ഞങ്ങളും കൂടെ കയറി തൊഴുവാൻ പോയത്. നല്ല പോസിറ്റീവ് വൈബാണല്ലേ ക്ഷേത്രത്തിലെ കാഴ്ചകളും അന്തരീക്ഷവും. നല്ല നല്ല അടിപൊളി അമ്പലം കേട്ടോ. കാണാൻ നല്ല ഒതുക്കമുണ്ട്. അതിനടുത്തായിട്ടൊരു ക്ഷേത്രക്കുളമുണ്ട്. നമുക്ക് 2 വഴിയായിട്ട് പോകാം. ഫ്രണ്ടിൽ കിഴക്കുനട വഴി പോകാം, അല്ലാതെ വലതുവശത്തൂടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുവഴി നമുക്ക് നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തുന്നൊരു വഴിയുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ ഭഗവാനെ നീരാടുന്നതും എല്ലാം ഈ അമ്പലക്കുളത്തിലാണേ. ഈ അമ്പലത്തിനോട് തൊട്ട് ചേർന്നായിട്ടാണ് ഈ അമ്പലക്കുളം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും അമ്പലക്കുളം കാണണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ മതിൽക്കെട്ടിൻ്റെ വെളിയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും അതിനും നല്ല ഭംഗിയുണ്ട് അമ്പലം കാണാനായിട്ട്. അത്ര ലൈറ്റിങ്സാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കളിപ്പാട്ടം വാങ്ങാനായിട്ട് പോയി. മോക്ക് ഒരു താറാവിനെ ഞാൻ വാങ്ങി കേട്ടോ. നല്ല റേറ്റാണ്. അവർക്ക് ഈ ഉത്സവപ്പറമ്പിൽ തറവാട കൂടെ കൊടുക്കണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും സ്കൂട്ടിയിൽ കയറി തിരിച്ചു വന്നു. തിരിച്ചും അതേപോലെ ലൈറ്റിങ്സ് എല്ലാം കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. നല്ല കൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകാൻ നോക്കണം കേട്ടോ. നമ്മൾ ഫാമിലിയായിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.